ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വരാൻ പോകുന്ന 7 പേരുടെ പേരും കൂടി ലഭിച്ചിട്ടുണ്ട്. കൺഫേംഡ് ആണ്, പക്ക കൺഫേംഡ് ആയിട്ടുള്ള 7 പേരുടെ പേരുകൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ മുൻപ് ഇന്നലെയും മിനിയാന്നുമായിട്ട് ഒരു 5 പേരുടെ പേര് വെച്ചിട്ട് 2 വീഡിയോ ചെയ്തിരുന്നു കൺഫേംഡ് ആയിട്ട്. ഇനിയിപ്പോൾ ഒരു 7 പേരുടെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നാളെയോ മറ്റന്നാളോ നമ്മളൊരു ഫുൾ കൺഫേംഡ് ഒരു എത്ര പേരാണോ ഉള്ളത് ആ ഫുൾ കൺഫേംഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി നമ്മൾ കൺഫേംഡ് ലിസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരു ഫൈനൽ ലിസ്റ്റ് പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഒന്നാമതായിട്ട് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒനിയൽ സാബു ആണ്. പുള്ളിക്കാരൻ ഒരുപാട് ഇൻസ്റ്റയിലൊക്കെ ഞാൻ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫുഡിന്റെ ഒക്കെയാണ് മെയിൻ ആയിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ബിഗ് ബോസിൽ ഉണ്ടെന്നാണ് അറിഞ്ഞത്. 100% കൺഫേംഡ് ആണ്. അടുത്തത് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദിലയും നോറയാണ്. ഇവര് ഒരുമിച്ച് ആദ്യമൊക്കെ നമ്മൾ കേട്ടത് ആദില മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ ഇപ്പൊ 2 പേരും ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി എന്ന് വെച്ചാൽ ഇവര് വരികയാണെങ്കിൽ ഡിഫറെന്റ് കണ്ടസ്റ്റൻസ് ആയിട്ട് തന്നെ വരണം എന്നുണ്ട്. കാരണം ഈ സീസൺ 2 സീസൺ 3 ആണെങ്കിലും ഒരുമിച്ച് കുറച്ച് ആൾക്കാർ വരുമ്പോൾ എനിക്ക് എന്തോ വായിക്കൂ ഇത് വേണ്ടായിരുന്നു. കാരണം അവരുടെ ഇപ്പൊ ഒരാളുടെ അഭിപ്രായമല്ലായിരിക്കും ചിലപ്പോൾ മറ്റൊരാൾക്ക് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവിടെ ഒരു ഇതൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഹിന്ദിയിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവര് ഡിഫറെന്റ് കണ്ടസ്റ്റൻസ് ആയിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. സീസൺ 14 13 ആണെന്ന് തോന്നുന്നു. 14 അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു, ഉറപ്പില്ല, മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഡിഫറെന്റ് കണ്ടസ്റ്റൻസ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അടിപൊളി ആയിരുന്നേനെ. അടുത്തത് മൂന്നാമതായിട്ട് നമ്മുടെ സ്റ്റാർ മാജിക്കിലെ അനിമോള്. പുള്ളിക്കാരി കൺഫേംഡ് ആണെന്ന് അറിയാം. ഒരുപാട് 2-3 സീരീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേ സൂസുവിനും അതുപോലെ നമ്മുടെ തട്ടിമുട്ടിയിലൊക്കെ കുറച്ച് എപ്പിസോഡുകളിലൊക്കെ വന്നിട്ടുണ്ട് അനിമോള്. പിന്നെ സ്റ്റാർ മാജിക് ആണ് പുള്ളിക്കാരിയുടെ മെയിൻ. സ്റ്റാർ മാജിക്കിലാണ് പുള്ളിക്കാരി വന്നിരിക്കുന്നത്. അപ്പോൾ അനിമോളും 100% കൺഫേംഡ് എന്നാണ്. ആദ്യമേ കൺഫേംഡ് ആണെന്നാണ് അറിഞ്ഞത് അല്ലേ. അപ്പൊ ഇപ്പോൾ പക്ക കൺഫേംഡ് ആണ്. അടുത്തത് ആക്ടറായിട്ടുള്ള അപ്പാനി ശരത്താണ്. പുള്ളിക്കാരനും 100% കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് മ്യൂസീഷ്യനും സിംഗറുമായിട്ടുള്ള അക്ബർ ഖാനാണ്. സ്റ്റാർ സിംഗറിൽ ഉണ്ടെന്ന് തോന്നി, ഇപ്പൊ ഈ നടക്കുന്ന സ്റ്റാർ സിംഗറിലുണ്ട്. അപ്പോൾ അക്ബർ ഖാനും വരുന്നുണ്ട്. പക്ഷെ സ്റ്റാർ സിംഗർ ഉള്ളപ്പോൾ എങ്ങനെ വരുമെന്ന് എല്ലാവരും ചോദിക്കുമായിരിക്കും. കാരണം ഇപ്പോൾ സ്റ്റാർ സിംഗർ ഒരു 100 ഡേയ്സിലേക്ക് 100 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഇത് മൺസൂൺ ഫെസ്റ്റിവൽ ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുന്നതിന്റെ കാര്യമായിട്ട് ഒന്ന് ബ്രേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ ഖാൻ ആ ഒരു ഗ്യാപ്പിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അക്ബർ ഖാനും കൺഫേംഡ് ആണ്, 100% കൺഫേംഡ് ആണ്. അടുത്തത് ഞാൻ ഇന്നലല്ല 2 ദിവസം മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, പുതിയൊരു പേരാണ് RJ ബിൻസി എന്നാണ് പേര്. RJ അഞ്ജലിയൊക്കെയായിരുന്നു ആദ്യം കേട്ടിരുന്നത്. പക്ഷെ RJ അഞ്ജലി അല്ല, RJ ബിൻസി ആണ്. പുള്ളിക്കാരിയും കൺഫേംഡ് ആണ്, 100% കൺഫേംഡ് ആണ്. അടുത്തത് അവസാനമായിട്ട് ഒരു സീരിയൽ ആക്ടറാണ് ജിഷിൻ മോഹൻ. അതെ, ഒരുപാട് സീസൺ 4 തൊട്ടേ ഇങ്ങനെ, സീസൺ 4 ആണോ 3 ആണോ 3, 4, 5, 6 വരെ ഇങ്ങനെ പേരുകൾ കേൾക്കുമായിരുന്നു. ജിഷിൻ മോഹന്റെ. അവസാനം പുള്ളിക്കാരൻ കൺഫേംഡ് ആയിട്ടുണ്ട്, 100% കൺഫേംഡ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ 7 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ 7 പേരും കൺഫേംഡ് ആണ്, പക്ക കൺഫേംഡ് ആണ്. ഇനി അവസാനം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നാൽ മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരൻ കൺഫേംഡ് ആണ്. ഇനിയിപ്പോ ബിഗ് ബോസ് തുടങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങളെ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോ 27-ാം തീയതിയാണ് കണ്ടസ്റ്റൻസ് എല്ലാം ഫ്ലൈറ്റ് കയറുന്നെന്ന് കേട്ടു. അറിയില്ല, നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 3 നമ്മളുടെ ഗ്രാൻഡ് ലോഞ്ച് ആണ്. പിന്നെ പക്ഷെ ഒരു പ്രൊമോ വന്നിട്ടില്ല ഇതുവരെയായിട്ട്. ലാലേട്ടന്റെ കുറച്ച് പ്രൊമോകൾ വരാനുണ്ട് അല്ലേ, നമ്മുടെ കുറച്ച് ലാലേട്ടന്റെ പ്രൊമോകൾ വരാനുണ്ട്, അത് വന്നിട്ടില്ല. അപ്പോൾ അതിനും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.